ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ 2020 ക്യാപ്റ്റനായി ചുമതലയേറ്റു. വരാൻ പോകുന്ന അയർലൻഡ്, ഇംഗ്ലണ്ട് സീരീസുകളിൽ അയ്യർ ഇന്ത്യൻ ടീമിനെ നയിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലും ശ്രേയസ് തന്നെ നായകൻ. സഞ്ജു സാംസൺ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറാകും. സൂര്യകുമാർ യാദവിന്റെ സ്ഥാനം നഷ്ടമായി. വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിലെത്തി. ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഹരി, അത്ഭുതങ്ങൾ സംഭവിച്ച കാര്യങ്ങളൊന്ന് വൈഭവ് തന്നെയാണ്. വൈഭവ് നേരത്തെ തന്നെ അത്ഭുതമാണ്. ഇപ്പോൾ 3 ടീമിലും വൈഭവിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ത്യൻ ടീമിൽ സ്ഥിരം സാന്നിധ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രേയസിലേക്ക് എത്തിയത് എങ്ങനെയാണ് സെലക്ഷൻ കമ്മിറ്റി? രഞ്ജിത്ത്, അങ്ങനെ ഒരു തീരുമാനം വരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ശ്രേയസിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം സൂര്യകുമാർ യാദവിന്റെ ഫോം ഇല്ലായ്മയാണ്. പ്രത്യേകിച്ച് T20 ലോകകപ്പിലും ഇപ്പോൾ നടന്ന IPL-ലും സൂര്യകുമാർ യാദവ് വളരെ നിരാശകരമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതുതന്നെയാണ് ഇന്ത്യൻ ടീമിൽ ഒരു പുതിയ മാറ്റം വേണമെന്നുള്ള നിലപാടിലേക്ക് BCCI എത്തുന്നത്. ആ നറുക്ക് വീഴുന്നത് 3 വർഷമായി ഇന്ത്യൻ T20 കളിക്കാത്ത ശ്രേയസ് അയ്യറിലേക്കാണ്. ടീമിലേക്ക് തിരിച്ചു വരുമ്പോൾ ക്യാപ്റ്റൻസിയോടെ തിരിച്ചു വരുന്ന ശ്രേയസ് അയ്യറിന്റെ വീരോചിതമായ കഥ ചരിത്രത്തിൽ എഴുതപ്പെടും. വൈഭവ് സൂര്യവംശി ഒരു പുതിയ ചരിത്രം കുറിക്കുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ താരം, ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, 15ാമത്തെ വയസ്സിൽ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ മെൻസ് T20 ടീമിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണെന്നുള്ളത് തന്നെയാണ്. അതൊരു ചരിത്രമാണ്. ആർക്കും ഇനി ആരാ ചരിത്രം തിരുത്തി കുറിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് വരും വർഷങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിലേക്ക് വരുന്നു. സൂര്യകുമാർ യാദവിന്റെ സ്ഥാനം തന്നെ പോകുന്നു. ക്യാപ്റ്റൻസി മാത്രമല്ല, ടീമിലെ സ്ഥാനം. 16 അംഗ സ്ക്വാഡിൽ പോലും സൂര്യകുമാർ യാദവ് ഇല്ല എന്നുള്ളത് നിരാശകരമായ കാര്യം തന്നെയാണ്. ഇന്ത്യക്ക് T20 ലോകകപ്പ് കൊടുത്ത നായകന് ടീമിൽ പോലും സ്ഥാനമില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണെന്ന് കൂടി എടുത്തു പറയട്ടെ. സഞ്ജു സാംസൺ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ഓപ്ഷനായിട്ട് നിൽക്കുന്നു. തിലക് വർമ്മ വൈസ് ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുക്കുന്നു. അക്സർ പട്ടേലിന്റെ വൈസ് ക്യാപ്റ്റൻസി സ്ഥാനം തിലക് വർമ്മയിലേക്ക് പോകുന്നു. ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിൽ നിന്നും ശ്രേയസ് അയ്യറിലേക്ക് ക്യാപ്റ്റൻസി പോകുന്നു. ഈ ക്യാപ്റ്റൻസിയിലേക്ക് തന്നെ 3 പേരാണ് BCCIയുടെ കണക്കുകൂട്ടലിൽ തന്നെ ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, സഞ്ജു സാംസൺ. ഈ 3 പേരെയും പിണക്കാത്ത രീതിയിലാണ് BCCI കൊണ്ടുപോകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിലക് വർമ്മയ്ക്ക് വൈസ് ക്യാപ്റ്റൻസി സ്ഥാനം കൊടുക്കുന്നു. ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ഓപ്ഷൻ സഞ്ജുവിന് കൊടുക്കുന്നു. സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനെയും തിരഞ്ഞെടുക്കുന്നു. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്നു സഞ്ജു. അതുകൊണ്ട് തന്നെ ടീമിൽ നിന്നും സഞ്ജുവിനെ മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും BCCIക്ക് കഴിയുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, വൈഭവ് സൂര്യവംശി ടീമിലേക്ക് വരുമ്പോഴേക്കും പ്ലേയിങ് ലെവലിൽ വൈഭവ് ഉണ്ടാവുന്നത് കാര്യം വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ വൈഭവ് ഓപ്പണർ ആകുമ്പോഴേക്കും ഒന്നുകിൽ അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ സഞ്ജു സാംസൺ, ഒരാളുടെ സ്ഥാനം പോകും. അതാരായിരിക്കും എന്നുള്ളത് നോക്കണം. ഒന്നുകിൽ T20 നമ്പർ 1 റാങ്കിങ്ങിൽ നിൽക്കുന്ന അഭിഷേക് ശർമ്മ, അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയ സഞ്ജു സാംസൺ. ഒരാൾക്ക് മേൽ BCCI കൈവയ്ക്കേണ്ടി വരും. അത് ആർക്ക് മേലാകും എന്നുള്ളതും നോക്കിക്കാണേണ്ട കാര്യമാണ്. പ്രിൻസ് യാദവിന്റെ ഇൻക്ലൂഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുഹമ്മദ് സിറാജ് പേസ് അറ്റാക്കിനെ നയിക്കും. ശിവം ദുബെ ഓൾറൗണ്ട് അറ്റാക്കിനെ നയിക്കും എന്നുള്ളത് വേണം നമ്മൾ ഈ 16 അംഗ സ്ക്വാഡിൽ നിന്നും മനസ്സിലാക്കാൻ. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ 15 അംഗ സ്ക്വാഡാണ്. അതിൽ ജസ്പ്രീത് ബുംറയുണ്ട്. അയർലൻഡിനും ഇംഗ്ലണ്ടിനും എതിരായ സീരീസിൽ ജസ്പ്രീത് ബുംറ ഇല്ല, മുഹമ്മദ് സിറാജ് ആണ്. പകരം ഏഷ്യൻ ഗെയിംസിലേക്ക് വരുമ്പോഴേക്കും ജസ്പ്രീത് ബുംറ വരുന്നു, മുഹമ്മദ് സിറാജ് പുറത്താവുന്നു. അവിടെ പ്രിൻസ് യാദവിനെയും കളയുകയാണ്. അതാണ് 15 അംഗ സ്ക്വാഡ്. ഏഷ്യൻ ഗെയിംസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ A ടീമിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മറ്റൊരു വാർത്തയായിട്ട് നിൽക്കുന്നു. പക്ഷേ 3 പ്രധാനപ്പെട്ട ചേഞ്ചസ്. സൂര്യകുമാർ യാദവ് പുറത്താകുന്നു, ശ്രേയസ് അയ്യർ ക്യാപ്റ്റനാകുന്നു, വൈഭവ് സൂര്യവംശി ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയറായി ഇന്ത്യൻ മെൻസ് T20 അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നു. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.